ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സൊഹൈല ഹെയർ ആക്സസറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റെൻസിൽ ഉപയോഗിക്കാണ്ട് തന്നെ നല്ലൊരു ഹെഡ് ബോ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അതിനുവേണ്ടി നമുക്ക് ഫോം ഷീറ്റ് അല്ലെങ്കിൽ ഗ്ലിറ്റർ ഷീറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഷീറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോർഷൻ ഗ്ലിറ്റർ ഷീറ്റ് മുറിച്ചെടുക്കുക. അത് വേണം. 3 ഫോം ഫ്ലവേഴ്സ്, പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ടൊരു ബോ വേണം. നമ്മൾ ഹെഡ് ബോ ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു സിസറും ഗ്ലൂവും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 2 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളവുമാണ്. ഗ്ലിറ്റർ ഷീറ്റ് എല്ലാം 12 ഇഞ്ച് നീളത്തിലുള്ളതാണ് ഏറെക്കുറെ കിട്ടുന്നത്. അപ്പം അത് നേരെ മുറിച്ചെടുത്താൽ മതി. വീതി 2 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇതിനെ നമുക്ക് നേരെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. നേരെ രണ്ടായിട്ട് മടക്കിയിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് തിരിച്ചൊന്ന് മടക്കിയെടുക്കണം. മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് 2 കോണിൽ നിന്നും 2 എഡ്ജിൽ നിന്നും നമുക്കൊന്ന് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ 2 എഡ്ജിൽ നിന്നും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് ഇതിനെ നേരെ രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കിയിട്ടും ആ എഡ്ജും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ എഡ്ജ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് തന്നെ ഇതിൻ്റെ സൈഡ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഒരു വി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പാണ് നമുക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതിൻ്റെ സെൻറ്ററിലോട്ട്, ഈ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ നേരെ സെൻറ്ററിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തു. അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടി. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ എടുത്തു വച്ചിരുന്ന ചെറിയൊരു ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു പോർഷൻ, അത് നമ്മൾ ഗ്ലൂ ഒട്ടിച്ചതും നമ്മുടെ ഒട്ടിച്ച ഭാഗമൊക്കെ ഒന്ന് മറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ബോയിലോട്ട് കയറ്റാൻ നേരവും അതിൽ സ്റ്റിക്ക് ചെയ്യാൻ നേരവും ഇത് പ്രയോജനപ്പെടും. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ സെൻറ്ററിലോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പ് കിട്ടി. നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോം ഫ്ലവറോടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. 3 ഫോം ഫ്ലവേഴ്സ് ഇങ്ങനെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വൈറ്റ് ഫോം ഷീറ്റ് എടുത്തുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഫോം ഫ്ലവർ എടുത്തത്. നമ്മൾ എടുക്കുന്ന ഫോം ഷീറ്റിന് സ്യൂട്ടായിട്ടുള്ള കളർ നമുക്ക് എടുക്കാം. കോൺട്രാസ്റ്റ് ആയിട്ടും വേണമെങ്കിൽ എടുക്കാം. വൈറ്റിന് വേണമെങ്കിൽ ബ്ലാക്ക് ഫോം ഷീറ്റിന് വൈറ്റ് ഫോം ഫ്ലവർ വേണമെങ്കിലും കൊടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമുക്ക് ഈ ബോയിലോട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബോയിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെഡ് ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.